ക്യാരക്ടറിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ജീനുകളാണ് നമ്മൾ പറഞ്ഞു. സോ ഈച്ച് ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ 2 ജീനുകൾ അല്ലെങ്കിൽ അവരുടെ അലീലുകൾ എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ലോക്കസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോമിലാണ്. ഹോമോലോഗസ് ക്രോമസോമിന് ഒരേപോലെയുള്ള ക്രോമസോമുകൾ, സെയിം ലോക്കസ് എന്ന് പറഞ്ഞാൽ സെയിം പൊസിഷൻ. സോ ഓരോ ക്യാരക്ടറും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന 2 ജീനുകൾ അല്ലെങ്കിൽ അവരുടെ അലീലുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ലോക്കസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, ഒരേപോലെയുള്ള ക്രോമസോമിൻ്റെ സെയിം പൊസിഷനുകളിൽ, സെയിം ലോക്കസുകളിലാണ് ആ പറഞ്ഞ ജീനുകൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അവിടെയാണ്. ആ ജീനുകളുടെ പൊസിഷൻ ഹോമോലോഗസ് ക്രോമസോമിൽ സെയിം പൊസിഷനിലാണ്, സെയിം ലോക്കസിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഗാനിസംസ് ഹാവ് മെനി ട്രേറ്റ് അല്ലേ, ടോപ്പ് ടു ബോട്ടം ഒരുപാട് ട്രേറ്റുകൾ ഓരോ ഓർഗാനിസത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് ട്രേറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദേ ഹാവ് സോ മെനി അലീൽസ്. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷനിൽ 2 ജീനുകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് ട്രേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഒരുപാട് അലീലുകളും അല്ലെങ്കിൽ ഒരുപാട് ജീനുകളും ഉണ്ടെന്ന് അർത്ഥം. സോ ഈ പറഞ്ഞ അലീലുകൾ അല്ലെങ്കിൽ ജീനുകൾ ലൊക്കേറ്റഡ് ഓൺ ഡിഫറെൻറ്റ് ഹോമോലോഗസ് ക്രോമസോം. സോ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹോമോലോഗസ് ക്രോമസോമിൻ്റെ സെയിം ലൊക്കേഷനിലാണെങ്കിൽ, സെയിം ലോക്കസിലാണെങ്കിൽ, അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന് ഒരുപാട് ട്രേറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീനുകൾ അഥവാ അലീലുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോം, ഒരേപോലെ ഇരിക്കുന്ന പല പല ക്രോമസോമുകളിലായിരിക്കും ഈ പറഞ്ഞ പല ട്രേറ്റുകളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾ ദ ജീൻസ് ഓൺ എ ക്രോമസോം ലൊക്കേറ്റഡ് ഇൻ ലീനിയർ ഫാഷൻ. നമ്മുടെ ക്രോമസോമുകളിൽ എല്ലാ ജീനുകളും ഇങ്ങനെ ലീനിയർ ഓർഡറിൽ ഇരിക്കുന്നുണ്ടാവും. ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ഒരു പെർട്ടിക്കുലർ ജീനായിട്ട് കാണാം. ഒരു ജീനെ റെപ്രസെൻ്റ് ചെയ്യണ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീൻ ഈ ലൊക്കേഷനിൽ, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ട്രേറ്റിനെ ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്ന അടുത്ത ജീൻ, അങ്ങനെ ലീനിയർ ഓർഡറിലായിട്ടായിരിക്കും എല്ലാ ജീനുകളും ഒരു ക്രോമസോമിൽ കാണാം. അതിന് നമ്മൾ ലീനിയർ ഫാഷൻ, ലീനിയർ ഓർഡറിലായിരിക്കും എല്ലാ ജീനുകളും ഒരു ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിന്. സോ ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ഓരോ ട്രേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീനുകൾ ഇങ്ങനെ ലീനിയർ ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഈച്ച് ക്രോമസോം ക്യാരീസ് മിനി ജീൻ. ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജീനുകളെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ക്രോമസോമിലുള്ള ഒരുപാട് ജീനുകൾ ഓരോ പെർട്ടിക്കുലർ ട്രേറ്റിനെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സോ ഒരു ക്രോമസോമിൽ ഒരുപാട് ജീനുകൾ നമുക്ക് ലീനിയർ ഓർഡറിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ട്രേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീനുകൾ ഒരു ക്രോമസോമിൽ ലീനിയർ ഓർഡറിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജീൻസ് ഫോർ 7 പെയർസ് ഓഫ് ട്രേറ്റ്സ്, നമ്മുടെ മെൻ്റൽ സ്റ്റഡി ചെയ്ത് നമ്മളൊരു 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് മെൻ്റൽ സ്റ്റഡി ചെയ്തത്. സോ മെൻ്റൽ സ്റ്റഡി ചെയ്ത ആ 7 പെയർസ് ഓഫ് ട്രേറ്റ്സിൻ്റെ പ്രത്യേകത, ദേ ലൊക്കേറ്റഡ് ഓൺ സെപ്പറേറ്റ് നോൺ ഹോമോലോഗസ് ക്രോമസോം. മെൻ്റൽ സ്റ്റഡി ചെയ്ത ഈ പറഞ്ഞ 7 കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സുകളും അല്ലെങ്കിൽ ട്രേറ്റുകളും ആ ട്രേറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീനുകളുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു? സെപ്പറേറ്റ് നോൺ ഹോമോലോഗസ് ക്രോമസോം, ഒരേപോലെയുള്ള നോൺ ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോമുകൾ, വേറെ വേറെ ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോമുകളിലായിരുന്നു നമ്മുടെ മെൻ്റൽ സ്റ്റഡി ചെയ്ത 7 പെയർ ഓഫ് ക്യാരക്ടേഴ്സിൻ്റെയും ജീനുകൾ ഇരിക്കുന്നത്. സോ മെൻ്റൽ സ്റ്റഡി ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും സെപ്പറേറ്റ് ആയിട്ടുള്ള നോൺ ഹോമോലോഗസ് ക്രോമസോമുകളിലായിരുന്നു ആ ട്രേറ്റുകളുടെ ജീനുകളുടെ എല്ലാം ലൊക്കേഷൻ. ഈച്ച് ജീൻ അസോർട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ ഡ്യൂറിങ് ഇൻഹെറിറ്റൻസ് എന്നാണ് നമ്മുടെ മെൻ്റൽ പറഞ്ഞത്. മെൻ്റൽ സ്റ്റഡി ചെയ്ത ആ ജീനുകളൊക്കെ സെപ്പറേറ്റ് നോൺ ഹോമോലോഗസ് ക്രോമസോമുകളിലായതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഓരോ ജീനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്തത്. എപ്പോൾ? ഡ്യൂറിങ് ഇൻഹെറിറ്റൻസ്. അതായത് ദേ വേർ നോട്ട് ലിങ്ക്ഡ്. ആ ജീനുകളൊന്നും തന്നെ മെൻ്റൽ സ്റ്റഡി ചെയ്ത ആ ട്രേറ്റുകളുടെ അല്ലെങ്കിൽ ആ ഫീച്ചറുകളുടെ ജീനുകളൊന്നും തന്നെ ലിങ്ക്ഡ് അല്ലായിരുന്നു, കണക്റ്റഡ് അല്ലായിരുന്നു, അല്ലെങ്കിൽ അവർ അടുത്തടുത്തല്ലായിരുന്നു. അവരെവിടെയായിരുന്നു? മെൻ്റൽ സ്റ്റഡി ചെയ്ത ആ ട്രേറ്റുകളുടെ ജീനുകളൊക്കെ സെപ്പറേറ്റ് നോൺ ഹോമോലോഗസ് ക്രോമസോമുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ മെൻ്റലിന് ആ ലോ ഉണ്ടാക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ
പറയാൻ പറ്റി. അതായിരുന്നു ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. മെൻഡലിന് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന ലോ പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റി. കാരണം മെൻഡൽ സ്റ്റഡി ചെയ്ത എല്ലാ ട്രേറ്റുകളുടെയും എല്ലാ ഫീച്ചേഴ്സിൻ്റെയും ജീനുകൾ സെപ്പറേറ്റ് നോൺ ഹോമോലോഗസ് ക്രോമോസോമുകളിലായിരുന്നു. അതുകൊണ്ട് അവർ ഇൻഹെറിറ്റൻസ് സമയത്ത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റി. വേറെ വേറെ ഹോമോലോഗസ് ക്രോമോസോമിലായതുകൊണ്ട് ഇൻഹെറിറ്റൻസ് സമയത്ത് അവർ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്തു. അങ്ങനെയാണ് മെൻഡൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന ലോ പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അതിനെ പുട്ട് ഫോർവേഡ് ചെയ്തു. എന്നാൽ മെൻഡലിൻ്റെ ലോ തന്നെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ സട്ടൺ ആൻഡ് ബോവറി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആയിട്ട് കൊണ്ടുവന്നത്. മെൻഡലിയൻ പ്രിൻസിപ്പിൾസും അതുപോലെ ക്രോമസോംസ് ആൻഡ് ജീൻസിൻ്റെ സിമിലാരിറ്റീസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരാൻ സട്ടൺ ആൻഡ് ബോവേരിക്ക് പറ്റിയത്. എന്നാൽ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ലേറ്റർ കുറച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റി. എന്താണ് ഫൗണ്ട് ചെയ്യാൻ പറ്റിയത്? ദിസ് ലോ, ഇത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ലോ ഓഫ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഹോൾഡ് ട്രൂ ഫോർ ജീൻസ് ലൊക്കേറ്റഡ് ഓൺ സെയിം ക്രോമസോം. ഒരേ ക്രോമസോമുകളിലുള്ള ജീനുകളുടെ കാര്യത്തിൽ ഈ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നില്ല എന്ന് ഒരുപാട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. നമുക്ക് മനസ്സിലായത് എന്താണ്? സെയിം ക്രോമസോമുകളിലാണ് ജീനുകളുടെ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ലോ ഓഫ് അസോർട്ട്മെൻറ്റ് നടക്കില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ജീനുകൾക്ക് അസോർട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഈ ജീനുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള നോൺ ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോമുകളിലാണെങ്കിൽ മാത്രമേ ഈ ജീനുകൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം സെയിം ക്രോമസോമുകളിലാണ് ഈ ജീനുകളുടെ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ലോ ആപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലായി.